ഇത് 1980s തൊട്ട് ഞാൻ സിട്രോൺ പക്ഷെ കയറി ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കോട്ടയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗിവ്സ് യു വെരി റീസണബിൾ മൈലേജ്. എനിക്ക് തോന്നുന്നു അബൌട്ട് എൻ്റെ കൂടെ ഇത് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് ആവശ്യപ്പെട്ടു. കാരണം അവൻ അങ്ങനെ പെട്ടെന്ന് ഒരു പറയുന്ന ആളല്ല, പക്ഷെ ഇത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് ഇൻഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് എക്സോട്ടിക് കാറുകളായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടെണ്ണം കൊണ്ടുവന്നെങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ മെയിൻലി ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ Citroen C5 Aircrossൻ്റെ യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഈ സൈഡിൽ കിടക്കുന്നത് BMW 840i ആണ്. വളരെ പ്രീമിയം ആയിട്ടുള്ള BMWൻ്റെ ഒരു വെഹിക്കിളാണ് 840i എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിലും കൂടുതൽ ഇതിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇതൊരു പുതിയ കമ്പനിയാണ്, ഒരു ഫ്രഞ്ച് കമ്പനിയാണ്. ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ തുടങ്ങിയിട്ട്. ഇവർക്ക് ചെന്നൈയിൽ പ്ലാന്റ് ഒക്കെ ഉണ്ട്, അതായത് ഇവിടെയാണ് അസംബിൾ ചെയ്യുന്നതൊക്കെ. എങ്കിലും ഇത് പൂർണ്ണമായിട്ടും കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അവരുടെ ആദ്യ മോഡലാണ് C5 Aircross എന്ന് പറയുന്നത്. പുതിയൊരു വേരിയൻ്റ്, അതായത് ഒരു കോമ്പാക്ട് SUV അവർ ഈ അടുത്ത ഇടയ്ക്ക് പുറത്തിറക്കി. അത് 10 ലക്ഷം രൂപയിൽ താഴെ കിട്ടുന്ന ഒരു കോമ്പാക്ട് SUV ആണ്. അത് Citroen C3 എന്ന് പറയും. ആ ഒരു വാഹനത്തിൻ്റെ കഴിഞ്ഞ ദിവസം നമുക്ക് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്ന ആ ഒരു വാഹനം കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ നമുക്ക് ആ വാഹനം കിട്ടുകയും ചെയ്തൊരു യൂസർ ബില്ലിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം C5 ആദ്യം തന്നെ ലോഞ്ച് ആയ വണ്ടിയാണ് C5. ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് അതിലേക്ക് കടക്കാം. അപ്പോൾ ഈ C5 Aircrossനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 180 bhp ഉള്ള ഒരു 400 Nm ടോർക്കുള്ള ഒരു വാഹനമാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മിഡ് സൈസ് SUV ആണ്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ CRV, നേരത്തെ ഉണ്ടായിരുന്നു CRV, അതുപോലെ തന്നെ നമ്മുടെ ടിഗ്വാൻ, അതൊക്കെ ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് ഈ Citroen C5 എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പം ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസിലേക്ക് കടക്കാം. അതിനായിട്ട് നമ്മുടെ യൂസറിനെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ Citroen C5 Aircrossന്റെ ഓണർ. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് ഈ വാഹനത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഹായ് അങ്കിൾ. എന്റെ പേര് മത്തായി കുര്യൻ. അപ്പം C5ന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് വേണമായിരുന്നു. നിങ്ങൾ എന്ത് ബിസിനസ് ആണോ അതോ വർക്ക് പുറത്താണോ? ഞാൻ ആക്ച്വലി മെയിൻലി ഗൾഫ് ബേസ്ഡ് ആയിരുന്നു. ബിസിനസ് ആണ് ഇപ്പോഴും. ബിസിനസ് ഒക്കെയാണ്. ഓക്കെ. അപ്പം നാട്ടിൽ വന്ന് രണ്ട് വാഹനങ്ങൾ എടുത്തു. അപ്പം ആദ്യം ഇതെടുത്തിരുന്നല്ലേ? അതാണ് ആദ്യം എടുത്തത്. അതിനുശേഷം ഇതിലോട്ട് വന്നു. ഓക്കെ. അപ്പം ഇത് എടുക്കാനുണ്ടായി Citroen C5 പൊതുവെ ഒരു പുതിയ കമ്പനിയാണ്. നമ്മൾ പുതിയൊരു കമ്പനി നമ്മുടെ രാജ്യത്ത് വന്നു. അപ്പം പുതിയ കമ്പനിയല്ല, നമ്മുടെ യൂറോപ്പിലൊക്കെ വർഷങ്ങൾ 100 വർഷത്തിനടുത്ത് പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. അപ്പം ഇന്ത്യയിൽ പുതിയതായിട്ട് വന്നു. അപ്പം എന്തുകൊണ്ട് ഇതിലേക്ക് വരാനായിട്ടുള്ള ആഗ്രഹം തോന്നി? ഓക്കെ, പറയാം. അത് 1980s എനിക്ക് ആദ്യം അബുദാബി ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടുമ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുത്ത് Citroen സെഡാൻ ആയിരുന്നു. ഓക്കെ. അപ്പോൾ അത് യൂസ് ചെയ്തതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നല്ല ആയിരുന്നുകൊണ്ട് ഇവിടെ Citroen കണ്ടപ്പോൾ ഞാൻ അതെടുത്തു. അത് ഒരു റീസൺ, ഇറ്റ്സ് വൺ ഓഫ് ദ റീസൺസ്. പിന്നുള്ളത്, ഞാൻ എപ്പോഴും ഒരു യുണീക്കായിട്ടുള്ള വെഹിക്കിളെ എടുക്കത്തുള്ളൂ. കാരണം ഇത് റോഡിൽ അധികം ഇല്ല. അപ്പം ഇപ്പം ഇനിയിപ്പോൾ ആയിക്കോളും, പക്ഷെ റോഡിലില്ല. അത് ആവുമ്പോൾ ഞാനിത് മാറുകയും ചെയ്യും. പക്ഷെ ബേസിക്കലി ദ ഡ്രൈവിംഗ് കംഫോർട്ട് ഭയങ്കരമാണ്. ഞാനിവിടുന്ന് കോയമ്പത്തൂർ ഒക്കെ പോകുമ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലും ഒരു ഡ്രൈവ് ചെയ്തൊരു ക്ഷീണമോ ആവുന്നില്ല. കാരണം ഇതിൻ്റെ ഷോക്ക് അബ്സർവറെല്ലാം ഹൈ ക്വാളിറ്റിയാണ്. ഡ്രൈവിംഗ് ലൈക്ക് ട്രാവൽ ഭയങ്കര കംഫോർട്ടാണ്. ഇറ്റ്സ് എ നൈസ്, വെരി നൈസ് വെഹിക്കിൾ. ഒരു യൂണിക് ആയിട്ടുള്ള വാഹനം സെലക്ട് ചെയ്യുന്ന ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കാരണം 840i എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ രണ്ടെണ്ണമേ ഉള്ളല്ലേ? ഇത് കേരളത്തിൽ നിന്നാണ് എടുത്തപ്പോ? ഇത് എറണാകുളം എടുത്തത് ജർമ്മൻ ഇമ്പോർട്ടഡ് ആണ്. ഓക്കെ. അപ്പം ഇത് 1980s തൊട്ട് അന്ന് കൂടുതലും സെഡാൻ ആയിരുന്നു. ഓക്കെ. അപ്പം നാട്ടിൽ വന്നപ്പോഴും ഇതിനോടുള്ള വിശ്വാസം എടുത്തു. ആൻഡ് സോ ഫാർ ഐ എം വെരി
സാറ്റിസ്ഫൈഡ്, വെരി ഹാപ്പി. ഓക്കെ. അപ്പം ഇതെടുത്തത് ഒരു വർഷമായി ഇപ്പം അല്ലേ? ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷമായി എടുത്തിട്ട്. അപ്പം എത്ര ആയിരുന്നു ഇത് അന്ന് എടുത്തപ്പോൾ ഓൺ റോഡ് പ്രൈസ്? എൻ്റെ ഓർമ്മ ജസ്റ്റ് അബൌവ് 40 lakhs. 40 lakhs ആയല്ലേ? 40 lakhs. അപ്പം അന്ന് വേറെ വാഹനം 40 lakhsന്റെ കമ്പയർ ചെയ്ത് വേറെ നോക്കിയിരുന്നോ അതോ ഡയറക്റ്റ് ഇതിലോട്ട് വരുമായിരുന്നോ? ഞാൻ ബേസിക്കലി ഡയറക്റ്റ് വന്നതാണ്. കാരണം എൻ്റെ പഴയ എക്സ്പീരിയൻസും എല്ലാം വെച്ച് ഞാൻ ഡയറക്റ്റ് വന്ന. മറ്റു വെഹിക്കിൾസ് ഈ റേഞ്ചിലുള്ള എല്ലാം റോഡിൽ ഒരുപാടുണ്ട്. അപ്പൊ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. യൂണിക്കായിട്ട് നിൽക്കാനാണ് താല്പര്യം. ഈ വെഹിക്കിൾ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇപ്പോഴും ആൾക്കാർ ഇത് എന്തോ നോക്കാറുണ്ട്. ഞാനും അതുപോലെയാണ് വന്നത്. ഞാനും അതുപോലെയാണ്. C5 ഞാൻ പലയിടത്ത് നോക്കി. ഷോറൂമിൽ ചോദിച്ചപ്പോൾ ഷോറൂമിൽ കോൺടാക്ട് അങ്ങനെ പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഡയറക്റ്റ് നമുക്ക് കിട്ടിയുണ്ടായി. ഓക്കെ. അപ്പം ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ടും നല്ല കംഫർട്ടാണ്. എക്സലന്റ്. ഡ്രൈവിംഗ് മാത്രമല്ല, പാസഞ്ചർ മറ്റും അവരും ഒക്കെ പറയാറുണ്ട്. എല്ലാവർക്കും നല്ല ഹാപ്പിയാണ്. ബേസിക്കലി ഇപ്പം ഇതൊരു ഫ്രഞ്ച് കമ്പനി ആണല്ലോ. അപ്പം നമ്മുടെ റെനോയും ഫ്രഞ്ച് കമ്പനിയാണ്. അപ്പൊ അവരുടെ സസ്പെൻഷൻ ഒക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അപ്പം അതിലും അതിഗംഭീരമായ സസ്പെൻഷൻ ആണ് ഇതിന്റെ സസ്പെൻഷൻ എന്നാണ് അഭിപ്രായം. നല്ല വെരി നൈസ് വെഹിക്കിൾ. ഓക്കെ. അപ്പം ഓൺ റോഡ് 40 lakhs ആയി. അപ്പം പിന്നീട് ഇതിന്റെ മൈലേജിനെ പറ്റി വലിയ കെയർ കൊടുക്കാറില്ലായിരിക്കും. ഞാൻ കൊടുക്കാറില്ല, പക്ഷേ ഇറ്റ് ഗിവ്സ് യു വെരി റീസണബിൾ മൈലേജ്. എനിക്ക് തോന്നുന്നു about 12 അത്രയും കിട്ടുന്നുണ്ട്. ആ ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ. ബാക്കി പിന്നെ അതുപോലെ ഇപ്പം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഇത് ടോട്ടല്? അതാണ് ഞാൻ ആദ്യം ഡ്രൈവ് ചെയ്യാറില്ല. സോ അതുകൊണ്ട് എപ്പോഴും എൻ്റെ ഒരു ആവറേജ് ഒരു 7,000-8,000 ഒരു വർഷം നിൽക്കും. ഇതിപ്പം എനിക്ക് തോന്നുന്നു അത്രയും ആയിട്ടില്ല. 10,000 below 10 definitely. ഇടയ്ക്ക് പുറത്തു പോകുമായിരിക്കും. വളരെ റെയർ ലോങ് ട്രിപ്പ് കുറവാണ്. ഓക്കെ. അങ്ങനെ വെച്ചിട്ടാണ് ഇത് എടുത്തത്. പിന്നെ ഇതും ഉപയോഗിക്കുമല്ലോ. ഇതിന്റെ രണ്ടും കൂടെ അല്ലേ? അല്ല, മൂന്നാമതൊരു വെഹിക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറി വേറെ അടുത്ത് വെച്ച്. അപ്പൊ എല്ലാം കൂടെ ആകുമ്പോൾ സിംഗിൾ യൂസ് ഒത്തിരി ലോങ് ഓടാൻ ആദ്യം വഴിയില്ല. അപ്പം ലോങ് റൈഡ് പോയെന്ന് പറഞ്ഞില്ല. അപ്പൊ അതിലെ കംഫോർട്ട് എങ്ങനെയാണ്? അതായത് ഇതിനകത്തെ അകത്തെ ഷേക്കിങ്ങോ ബോഡി? ആക്ച്വലി ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആൻ എക്സലന്റ് വെഹിക്കിൾ. ഇതിനകത്ത് നമ്മൾ കൂടുതൽ അതിന്റെ ഒന്നും ഇത് പറയാനില്ല. കാരണം മൈനസുകളൊന്നും പറയാനില്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ മകൻ ഈസ് ആൻ MBBS ഡോക്ടർ. അവൻ ഹി ഹാഡ് മെർസിഡീസ്. അപ്പൊ പുള്ളി അത് വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഇത് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് ആവശ്യപ്പെട്ടു. കാരണം അവൻ അങ്ങനെ പെട്ടെന്ന് ഒരു പറയുന്ന ആളല്ല. പക്ഷെ ഇത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ കൊടുത്തില്ല. ഞാൻ വേറൊരു മേടിച്ചു തരാം. പക്ഷെ അതൊരു വലിയൊരു ഇതാണ്. അത് പയ്യൻ അവൻ ഇത് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അവൻ നോർമലി പുള്ളി അങ്ങനെ പെട്ടെന്നൊരു ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇന്റീരിയറിലോട്ട് കയറിയാൽ തന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ലുക്ക് ആണല്ലോ ഇതില്. ഇതിന്റെ ഗിയർ നോബ് ഒക്കെ നമ്മൾ ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത ഗിയർ നോബ് ഒക്കെയാണ്. ഭയങ്കര പ്രീമിയം ഫീൽ ആണ് അതൊക്കെ കാണാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങള് ഇവിടെ മഹാലക്ഷ്മി സിൽക്സിന്റെ ഓണർ മിസ്റ്റർ വിനോദ് ആയിട്ട് ഞങ്ങള് ഒരു എറണാകുളം ഒരു ഡ്രൈവ് നടത്തി ഒരു ആവശ്യത്തിന്. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ആ ലുക്കിൽ പുള്ളി ഇനിഷ്യൽ ഞാൻ ഇതും കൊണ്ടാ പോയത്. ആക്ച്വലി അദ്ദേഹം എക്സ്പെക്ട് ചെയ്യാൻ ഇതും കൊണ്ട് വരുമെന്നായിരുന്നു. പക്ഷെ ഞാൻ ഇതും കൊണ്ടാ പോയത്. അപ്പം അവിടെ ചെന്ന പുള്ളി വാസ് ഇൻ വെരി സാറ്റിസ്ഫൈഡ് ഇൻ ദ ബിഗിനിങ്. പക്ഷെ കയറി ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കോട്ടയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നമ്പർ 1 വെഹിക്കിളാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയത്. എനിക്കറിയാം അങ്ങനെ ഒരു ഇത് കാരണം കാണുമ്പോൾ അത്ര വലിയൊരു അട്രാക്ഷൻ ഇല്ലെങ്കിലും BMW ഓൾറെഡി എക്സ്പെക്ടഡ് ആണ്. അടിപൊളി ആയിരിക്കും ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഇത് പക്ഷേ കേറി കഴിഞ്ഞ ആൾക്കാർക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പം ഇതിന് സർവീസിന് വല്ലതും കയറ്റിയിട്ടുണ്ടോ? ഇതുവരെ പക്ഷേ അവരിവിടെ വന്നുള്ള ഇവിടെ വന്ന് ചെയ്യും അല്ലേ? അല്ല, ഒരു പ്രാവശ്യം അവരിവിടെ വന്ന് ചെയ്തു. നെക്സ്റ്റ് എനിക്ക് അവിടെ കൊണ്ടുപോകേണ്ടി വരുമായിരിക്കും. എങ്ങനെ ഷോറൂമിന്റെ ഡീലിംഗ് ഒക്കെ എങ്ങനെ പ്രീമിയം കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിന്റെ ഡിസൈൻ വൈസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? പുറത്തുനിന്ന് കാണുന്ന അതൊക്കെ അട്രാക്ട് ചെയ്തിരുന്നു ആദ്യം എടുത്ത സമയത്ത്? ഞാൻ ബേസിക്കലി ഡിസൈൻ നോക്കിയില്ല. എനിക്ക് ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട് അറിയാമായിരുന്നു. സോ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഇന്ത്യൻ വേർഷൻ അങ്ങനെ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ഫ്രഞ്ച്. അതിനായിരുന്നു മെയിൻ പ്രിഫറൻസ് കൊടുത്തിരുന്നത് അല്ലേ? അങ്ങനെ ഇതിലോട്ട് വന്നു. അപ്പം ഇതിന്റെ പുതിയ വേരിയന്റ് ഒരു ബഡ്ജറ്റിൽ അവർ ഇറക്കുന്നുണ്ട്. C3 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വേരിയന്റ് വന്നു കഴിഞ്ഞു.
അപ്പം അതും അധികമായിട്ട് ഇനി റോഡിൽ കാണാം. നമ്മുടെ റിനോ ഒക്കെ ആദ്യം കൊണ്ടുവന്നപ്പം കുറെ നല്ല വാഹനങ്ങളാണ് ആദ്യം കൊണ്ടുവരുന്നത്. പിന്നീട് അവർക്ക് ബഡ്ജറ്റ് വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് തുടങ്ങി. അത് വളരെ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിന്റെയും ഭാവിയിൽ അതുപോലെ പ്രതീക്ഷിക്കാം അല്ലേ? അപ്പം എങ്ങനെയാണ് ഒരു പുതിയ ഒരാൾ ഒരു 40 lakhs ബഡ്ജറ്റിൽ നോക്കുന്നവർ എങ്ങനെയുള്ള യൂസേഴ്സിനായിരിക്കും ഇത് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിപ്പോ? അതായത് അല്ല, ഇതിപ്പം ഇവിടെ വാങ്ങിച്ചവരൊക്കെ ഡ്രൈവിംഗ് കംഫോർട്ട് വെച്ച് വാങ്ങിച്ചവരാ. എനിക്കറിയാവുന്ന ഫ്രണ്ട്സൊക്കെ വാങ്ങിച്ചവരുണ്ട്. പക്ഷെ അല്ലാതെ പ്രൈസ് വൈസ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് മോർ ദാൻ ദി അതർ വെഹിക്കിൾസ്. 40 എന്ന് പറയുമ്പോൾ I think you got a lot of available for 30 and 30-40 lakhന് അവൈലബിൾ ആയിട്ട് ഒത്തിരി ഉണ്ട്. പക്ഷെ കംഫർട്ട് ഈസ് കംഫർട്ട്. You got to pay for it. അത്രേ ഉള്ളൂ. അപ്പം മണി നോക്കാതെ വാഹനത്തിന്റെ കംഫർട്ട് മാത്രം നോക്കി വരുന്നവർക്ക് സേഫ്റ്റി, കംഫർട്ട് ആൻഡ് സേഫ്റ്റി ആയിട്ട് സജസ്റ്റ് ചെയ്യും അല്ലേ? ഇതിൽ എന്തെങ്കിലും ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല? ഇല്ല, ഒന്നുമില്ല. നത്തിങ് ഒരു പോരായ്മ പറയാനായിട്ടില്ല. വെരി നൈസ്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. നമുക്ക് ഇതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഇപ്പൊ Citroen C5 എന്ന് പറയുന്നത് നമുക്ക് റോഡിൽ കാണാൻ പറ്റുന്ന വാഹനം അല്ല അധികമായിട്ട്. അപ്പോൾ അതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചോദിച്ച് അദ്ദേഹം തിരക്കിന്റെ ഇടയ്ക്ക് നമുക്ക് അത്രയും സമയം അലോട്ട് ചെയ്തു. അതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പം ഈ ഒരു വാഹനത്തിന്റെ യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇതായിരിക്കും Citroen C5ന്റെ കേരളത്തിലെ ആദ്യത്തെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് വീഡിയോ എന്ന് വിചാരിക്കുന്നു. നമ്മൾ C3 ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.